പ്രൈസ് ദ ലോർഡ്. കർത്താവായ ജീവനുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എപ്പോഴാണ് ക്രിസ്ത്യാനിയാകുന്നത്. പ്രൈസ് ദ ലോർഡ്. അതാണ് എൻ്റെ ടോപ്പിക്ക്. ഒരു വ്യക്തി എപ്പോഴാണ് ക്രിസ്ത്യാനിയാകുന്നത്. പ്രൈസ് ദ ലോർഡ്. പക്ഷെ നമുക്കറിയാം, നമ്മളെ പോലുള്ളവരൊക്കെ ജനിക്കും മുതൽ ക്രിസ്ത്യാനികളാണെന്ന് നമ്മൾ പറയിപ്പിക്കുന്നു. കാരണം നമ്മുടെയൊക്കെ പേരിൽ ബൈബിളുമായിട്ട് ബന്ധമുള്ള വേർഡൊക്കെ കാണും, നെയിം കാണും. ഒന്നെങ്കിൽ ജോണെന്നോ മാത്യുവെന്നോ പിന്നെ സാറയെന്നോ അല്ലെങ്കിൽ എബ്രഹാമെന്നോ പിന്നെ മറിയമെന്നോ അല്ലെങ്കിൽ മേരിയെന്നോ അല്ലെങ്കിൽ റൂത്തെന്നോ. അപ്പം അങ്ങനെ പല പേര്, ബൈബിളിൻ്റെ പല പേരുകൾ നമ്മളിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് മെജോറിറ്റി ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മൾ ഏതെങ്കിലും പിന്നെ ക്രിസ്ത്യ കുടുംബത്തിലായിരിക്കും ജനിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പാരൻസ് പിന്നെ ദൈവമായിട്ട് എന്തെങ്കിലുമൊക്കെ റിലേഷൻ കാണും. അതായത് അച്ഛനായിരിക്കാം, പാസ്റ്ററായിരിക്കാം, ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കാം, സ്ട്രീറ്റ് പ്രീച്ചർ ആയിരിക്കാം, പ്രവാചകിയായിരിക്കാം. അപ്പം അങ്ങനെ പിന്നെ ബൈബിളുമായിട്ടും ദൈവമായിട്ടും ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീട്ടിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ജനിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് നമ്മൾ മനസ്സിലാക്കി പോകുന്നു. പ്രൈസ് ദ ലോർഡ്, ബൈ മിസ്റ്റേക്ക്. ഓക്കെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അത് കാരണം നമ്മൾ ക്രിസ്ത്യാനിയാകുന്നില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മളൊരു പാസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ ജനിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുന്നവരുടെ വീട്ടിൽ ജനിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ ബൈബിളുമായിട്ട് ബന്ധമുള്ള പേരുകൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയുടെ മെമ്പർ ആയതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നില്ല. നമ്മുടെ ഒഫീഷ്യൽ പേപ്പറിൽ നമ്മളുടെ ഫെയ്ത്ത് ക്രിസ്ത്യൻസാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയാണ്, നമ്മുടെ മതം ക്രിസ്ത്യാനിറ്റിയാണ് എന്നൊക്കെ പറയുമ്പം നമ്മൾ ക്രിസ്ത്യാനിയാകുന്നില്ല. പ്രൈസ് ദ ലോർഡ്. പക്ഷേ ഇന്ന് പലർക്കും അത് അറിയത്തില്ല. പൊതുവേ നമ്മൾ പബ്ലിക്കിൽ പോകുമ്പം നമ്മൾ ക്രിസ്ത്യാനികളാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ ക്രിസ്ത്യാനി ആകുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത് എപ്പോഴാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് എനിക്ക് എല്ലാവരും ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത് പ്രൈസ് ദ ലോർഡ് ജനിക്കുമ്പം ഒന്നുമല്ല. പ്രൈസ് ദ ലോർഡ്. അല്ലെങ്കിൽ മാമോസ മുങ്ങിയതുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളി പോയതുകൊണ്ടൊന്നുമല്ല. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു 3-4 കാര്യം ഞാൻ സിമ്പിളായിട്ട് പറയാം. പ്രൈസ് ദ ലോർഡ്. നിങ്ങളത് വായിക്കണം, കണിശമായിട്ട് വായിക്കണം. കർത്താവ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മളെപ്പോഴും സിൻസിയർ ആയിരിക്കണം, റൈച്ചസ് ആയിരിക്കണം. അല്ലാതെ ഒരു ടൈം പാസിന് വേണ്ടി നമ്മൾ കർത്താവിനെ സ്നേഹിക്കല്ല, പള്ളിയിൽ പോകല്ല, പ്രാർത്ഥിക്കല്ല, ആരാധനയിൽ പോകല്ല. അതുപോലെ തന്നെ ഒരു ടൈം പാസിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പാഷന് വേണ്ടി, ഒരു പാഷൻ വേണ്ടി നമ്മൾ പാട്ട് പാടുന്നു, ക്രിസ്തീയ പാട്ടുകളൊക്കെ പാടുന്നു, നല്ല സ്വരത്തിൽ പാട്ട് പാടുന്നു, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. അതൊരു പാഷൻ, ഒരു പാഷൻ. പ്രൈസ് ദ ലോർഡ്. അതിലർത്ഥമില്ല. അതൊന്നും നമ്മളെ ക്രിസ്ത്യാനിയാക്കുന്നത്. കാരണം ഇന്ന് ഒരുപാട് പേര് ക്രിസ്തീയ പാട്ടൊക്കെ പാടുന്നുണ്ട്, നല്ല രീതിയിൽ ക്രിസ്തീയ പാട്ടൊക്കെ പാടുന്നുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻ പാർട്സിൽ. പ്രൈസ് ദ ലോർഡ്. പക്ഷേ അതുകൊണ്ടൊന്നും ക്രിസ്ത്യാനിയാകുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഞാൻ ഒരു 3-4 കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കും. സിമ്പിളായിട്ടുള്ള 3-4 കാര്യമാണ്. ഒരുപാട് കാര്യമുണ്ട് ബൈബിൾ, പക്ഷേ സിമ്പിളായിട്ടുള്ള 3-4 കാര്യം. പ്രൈസ് ദ ലോർഡ്. നമ്മളെപ്പോഴാണ് ക്രിസ്ത്യാനിയാകുന്നത്. പ്രൈസ് ദ ലോർഡ്. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ക്രിസ്ത്യാനിയായത് when I was 39 year old. ഓക്കെ, when I was 39 year old, 39 വയസ്സ് ആയ സമയത്താണ് ഞാൻ ക്രിസ്ത്യാനിയായത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പറഞ്ഞാൽ എൻ്റെ അമ്മ വലിയ പ്രാർത്ഥനക്കാരിയാണ്. എൻ്റെ പപ്പ ഡാഡിയും നല്ലപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു വേണമെങ്കിൽ പറയാം ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പ്രൈസ് ദ ലോർഡ്. പക്ഷേ ആക്ച്വലി ഞാൻ ക്രിസ്ത്യാനിയായത് എൻ്റെ 39ാമത്തെ വയസ്സിലാണ്. when I was 39. പ്രൈസ് ദ ലോർഡ്. അപ്പോഴാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഞാനൊരു 3-4 കാര്യം ഞാൻ പറയാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ക്രിസ്ത്യാനി ആകണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ദ ലോർഡ്, അത്
ദൈവമായിട്ട് ബന്ധം വരാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലൊരു പാപബോധം ഉണ്ടാകണം. കുറ്റബോധം മാത്രമല്ല, ഒരു പാപബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മളൊരു പാപിയാണ്, പ്രൈസ് ദി ലോർഡ് എന്നുള്ള ഒരു ചിന്ത ആദ്യം നമ്മുടെ ഉള്ളിൽ വരണം. ഒരു കുത്ത് നമുക്ക് കൊള്ളണം, പാപിയാണെന്നുള്ളൊരു കുത്ത്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ ഓർപ്പിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 4:17 വായിക്കാമെങ്കിൽ അവിടെ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ ഓർപ്പിക്കുന്നു, പ്രൈസ് ദി ലോർഡ്. നമ്മൾ മാനസാന്തരപ്പെടണം, പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടണം, അതായത് നമ്മുടെ പാപങ്ങളെ നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ ഏറ്റു പറയണം. അച്ഛന്മാരുടെ മുമ്പിലൊന്നുമല്ല, ഏതെങ്കിലും ഒരു പള്ളിയുടെ മുമ്പിലല്ല, ഏതെങ്കിലും ഒരു പുണ്യാളൻ്റെ മുമ്പിലല്ല, പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ്റെ മുമ്പിലല്ല, പാസ്റ്ററിൻ്റെ മുമ്പിലല്ല, പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. മാനസാന്തരപ്പെടണം എന്നാണ് കർത്താവ് പറയുന്നത്, പ്രൈസ്. നമ്മൾ മാനസാന്തരപ്പെടണം, പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ പഴയ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം, പ്രൈസ് ദി ലോർഡ്. പഴയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം. നമ്മൾ എന്തൊക്കെ പാപം ചെയ്തുകൊണ്ട് അതെല്ലാം ഉപേക്ഷിക്കാൻ ശ്രമിക്കണം, പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് പറ, കർത്താവേ ഞാൻ ഒരു പാപിയാണ്, നല്ലൊരു മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിനോട് അപേക്ഷിക്കണം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കും. അപ്പോൾ മാനസാന്തരപ്പെടാൻ കർത്താവ് പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 4:17, പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 28:19 വായിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 28:19 വായിക്കണം. മർക്കോസ് എഴുതിയ സുവിശേഷം 16:15 16 വായിക്കണം. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 16:15 വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ സ്നാനപ്പെടണം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം, പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടെ ദൈവം നമ്മൾ ഓർപ്പിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്. കാരണം ഈ സ്നാനത്തിലൂടെ നമ്മൾ കർത്താവിനോട് ചേരുകയാണ്, നമ്മൾ ലിങ്ക് ചെയ്യുകയാണ്, പ്രൈസ് ദി ലോർഡ്. ഒരു മാഗ്നറ്റിക് ഫോഴ്സ് വരികയാണ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിനോട് ചേരണം. അപ്പോൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ, വിശ്വാസ സ്നാനം, ഞാൻ ശിശു സ്നാനമല്ല, ശിശു സ്നാനത്തിൻ്റെ എതിരല്ല ഞാൻ, മാമോസയ്ക്ക് എതിരൊന്നുമല്ല, അത് നോ പ്രോബ്ലം. പക്ഷേ അതല്ല വിശ്വാസ സ്നാനം, പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ അറിഞ്ഞു, നമ്മൾ അത് അറിഞ്ഞു കഴിഞ്ഞ് കർത്താവിനോട് ചേരാൻ വേണ്ടി നമ്മൾ വിശ്വാസ സ്നാനം ഏൽക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വാസ സ്നാനം ഏൽക്കണം. അത് കർത്താവിനോട് ചേരാൻ വേണ്ടിയാണ്, പ്രൈസ് ദി ലോർഡ്. അതും നമ്മൾ ചെയ്യണം, പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ വായിക്കണം, പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ജോൺ ചാപ്റ്റർ 14:23, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:23 വായിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:23, ജോൺ ചാപ്റ്റർ 14:23. അവിടെ കർത്താവ് യേശുക്രിസ്തു നമ്മളെ ഓർപ്പിക്കുന്നു, കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മൾ പ്രമാണിക്കും. കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മൾ പ്രമാണിക്കും. അപ്പം ആരൊക്കെ പറയുന്നു കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു? ജീസസ് ഈസ് മൈ ഗാഡ്, ജീസസ് ഈസ് മൈ ലോർഡ്, ഐ ലവ് മൈ ഗാഡ്, ഐ ലവ് ജീസസ് ക്രൈസ്റ്റ്, ഐ വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ്, ഹീ ഈസ് മൈ മീഡിയേറ്റർ, ഹീ ഈസ് മൈ സേവിയർ, സാൽവേഷൻ, എക്സെട്ര എക്സെട്ര. അപ്പം കർത്താവിനെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു നിങ്ങളെൻ്റെ കൽപ്പന പ്രമാണിക്കണം, പ്രൈസ് ദി ലോർഡ്. കൽപ്പന പ്രമാണിക്കണം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലുള്ള എന്തൊക്കെ കർത്താവ് പറയുന്നുണ്ട്, മാൻഡറ്റോറി ആയിട്ട് എന്തൊക്കെയുണ്ട് അതെല്ലാം പ്രമാണിക്കണം, പ്രൈസ് ദി ലോർഡ്. പ്രമാണിക്കാൻ ശ്രമിക്കണം, പ്രൈസ് ദി ലോർഡ്. എന്നാലേ നമ്മൾ ക്രിസ്ത്യാനിയാകുന്നുള്ളൂ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ കൺഷോട്ട് ആ വാക്യം വായിക്കണം. പക്ഷേ പല മെജോറിറ്റി പള്ളിക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വായിക്കത്തില്ല, അത് വായിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനിയായി മാറും. അതുകൊണ്ട് പല പള്ളികളും ഇത് സമ്മതിക്കത്തില്ല, ഇങ്ങനത്തെ വാക്യങ്ങളൊക്കെ വായിക്കാൻ. പക്ഷേ ഇതൊക്കെ വായിക്കണം, ഇതൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഞാൻ പറഞ്ഞതൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനയാണ്, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയല്ല, ജസ്റ്റ് ഒരു പേരിന് വേണ്ടി, ഒരു ചടങ്ങിന് വേണ്ടി പള്ളി പോകാം, പാട്ട് പാടാം, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാം, സുവിശേഷം പറയാം, പ്രസംഗിക്കാം. പക്ഷേ മരിച്ചാൽ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. കർത്താവ് പറയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പ്രമാണിക്കാം. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് ജോൺ 14:23, കർത്താവ് പറയുന്നുണ്ട് ഇഫ് യു ലവ് മീ ഒബേ മൈ കമാൻഡ്സ്, ഒബേ മൈ കമാൻഡ്മെൻറ്റ്സ്. എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കണം, പുതിയ നിയമം, പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ റെവലേഷൻ ചാപ്റ്റർ 1:3, റെവലേഷൻ ചാപ്റ്റർ 1:3, വെളിപ്പാട് 1:3 അത് വായിക്കണം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മുടെ പുതിയ നിയമത്തിലുള്ള ദൈവത്തിൻ്റെ കൽപ്പനയെ പറ്റിയാണ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്. നമ്മളത് വായിക്കണം, പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ വചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും സിൻസിയറായിട്ട് കേൾപ്പിക്കണം. പക്ഷേ ഇന്ന് പ്രസംഗിക്കുന്ന പലരും ഫേക്കാണ്. അവർ ബൈബിളിൻ്റെ വചനം വായിച്ചിട്ടത് മിസ്കോട്ട് ചെയ്യും. അതായത് അവരതിനെ
ബട്ടറും ജാമും ഒക്കെ പുരട്ടി തെറ്റായ രീതിയിലാണ് പ്രസംഗിക്കുന്നത്. അതല്ല കർത്താവ് പറയുന്നത്. സിൻസിയറായിട്ട് നമ്മൾ ഈ വചനത്തിലുള്ളത് നമ്മൾ പിന്നെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കണം മറ്റുള്ളവരോട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവനും പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കണം, സിൻസിയറായിട്ട് കേൾക്കണം. പ്രൈസ് അല്ലാതെ ഒരു തമാശയ്ക്ക് വേണ്ടി കേൾക്കരുത്. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. ക്രിസ്ത്യാനിയാകുന്ന മുമ്പേ ഞാനെന്ത് പ്രസംഗം കേൾക്കുമായിരുന്നു. അത് ചുമ്മാ കേൾക്കുന്നു, ഈ ചെവിന്ന് കേൾക്കുന്നു, ആ ചെവിന്ന് കളയുന്നു, അത്രേ ഉള്ളായിരുന്നു. പ്രൈസ് അങ്ങനെയല്ല. നമ്മൾ കേൾക്കണം, ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പ്രസംഗം കേൾക്കുമ്പം, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പം അത് നമ്മുടെ ഉള്ളിൽ കയറണം. കാരണം ചില സമയത്ത് വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് സംസാരിക്കുമ്പോൾ നമ്മളത് ഏറ്റെടുക്കണം. ഇതെനിക്ക് വേണ്ടിയാണെന്നുള്ളത് ഏറ്റെടുക്കണം. അല്ലാതെ എൻ്റെ അപ്പുറത്തിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി, അല്ലെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാ, അല്ലെങ്കിൽ എൻ്റെ ബന്ധക്കാർക്ക് വേണ്ടിയാ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ, ഭർത്താവിന് വേണ്ടിയാ, പപ്പയ്ക്കും അമ്മയ്ക്ക് വേണ്ടിയാ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി, അങ്ങനെയല്ല. എനിക്ക് വേണ്ടിയാണെന്നുള്ള ചിന്തയിൽ വേണം നമ്മൾ പ്രസംഗം കേൾക്കാൻ വേണ്ടി. അങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് കുത്തുകൊള്ളുന്നത്. അങ്ങനെ കുത്തുകൊള്ളുമ്പോഴാണ് നമ്മൾ മാനസാന്തരമാകുന്നത്. അങ്ങനെ മാനസാന്തരപ്പെടുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കേൾക്കുന്നു, ഈ സിനിമ കാണാൻ പോകുന്നില്ല. നമ്മൾ മൂവി തിയേറ്ററിൽ പോകുന്നു, സിനിമ കാണും, തിരിച്ചു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അത്രേ ഉള്ളൂ, തീർന്നു. അപ്പോൾ അതുപോലെ ആകല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മൾ പ്രസംഗം കേൾക്കല്ല. പ്രൈസ് ദി ലോർഡ്. കേൾക്കുമ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അബ്സോർവ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ റെവലേഷൻ 1:3 ഇത് ഈ വചനത്തെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും. ഇനി അവസാനം പറയുന്നത് പ്രൈസ് ദി ലോർഡ്, ഇത് ഈ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രമാണിക്കുന്നവർ, ഈ വചനത്തിലുള്ളത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം നമ്മൾ ഈ വചനത്തിലുള്ളത്, പുതിയ നിയമത്തിലുള്ള എല്ലാ കാര്യം, ദൈവത്തിൻ്റെ എന്തൊക്കെ മാൻഡറ്റോറി കമാൻഡ്മെൻറ്റ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ പ്രമാണിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അപ്പോൾ ഇത് പ്രമാണിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാത്തവരാരും ക്രിസ്ത്യാനികളല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ പേരിന് വേണ്ടി നമുക്ക് പറയാം ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അത്രയേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെന്നാൽ നമ്മളെ ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഒരു വ്യക്തി ക്രിസ്ത്യാനിയായാൽ ആ വ്യക്തി കർത്താവിനോട് ചേരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചേരാത്തവൻ ഒരിക്കലും ക്രിസ്ത്യാനിയാകത്തില്ല. ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ മരിക്കുന്നുണ്ട്, ലോകത്തിൽ മാറ്റപ്പെടുന്നുണ്ട്. അവർ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ ജനിച്ചത്, ക്രിസ്ത്യാനികളെന്ന് പറയുന്ന അവർ പിന്നെ പള്ളിയിലൊക്കെ പോയിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ചെറുപ്പക്കാർ മരിക്കുന്നു. പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന ചെറുപ്പക്കാരും 40-45 വയസ്സുള്ളവരും മരിക്കുന്നു. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി, നല്ല ജോലി, പക്ഷേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവർ കർത്താവിനെ അംഗീകരിച്ചുകൊണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. അവർ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. അവർ മാനസാന്തരപ്പെട്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. അവർ സ്നാനപ്പെട്ടോ എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം മാനസാന്തരപ്പെടാത്തവർ, സ്നാനപ്പെടാത്തവർ, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കാത്തവർ, കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കാത്തവർ ക്രിസ്ത്യാനികളല്ല. അതാരായാലും പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്പഷ്ടമായിട്ട് പറയണം. അത് അച്ഛനായാലും കൊള്ളാം, പിന്നെ പാസ്റ്ററായാലും കൊള്ളാം, അത് പിന്നെ പെന്തക്കോസ് പള്ളിയിൽ പോകുന്നവരായാലും കൊള്ളാം, മർത്തോം പള്ളിയിൽ പോകുന്നവരായാലും കൊള്ളാം, കത്തോലിക്ക പള്ളിയിൽ പോകുന്നവരായാലും കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ബൈബിൾ ഉണ്ടെങ്കിലും കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര പാട്ട് പാടിയാലും, ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചാലും, സ്ട്രീറ്റ് പ്രീച്ച് ചെയ്താലും, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കണം. പ്രമാണിക്കാത്തവരാരും ക്രിസ്ത്യാനികളല്ല. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നമ്മൾ സ്വർഗ്ഗരാജ്യം അവകാശമാക്കത്തില്ല. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ ബൈബിൾ വേഴ്സ് നിങ്ങൾ വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം, സിൻസിയറായിട്ട് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സിൻസിയർ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. റൈച്ചസ് ആയിരിക്കണം. അതാ കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ജീനിയസ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനും ബൈബിൾ ജീനിയസ് അല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരാണ് ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ഒരു വ്യക്തി എപ്പോഴാണ് ക്രിസ്ത്യാനിയാകുന്നത് ചിന്തിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു ഓൾ.